കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രതിക്ക് 7 വർഷം കഠിന തടവ്. പ്രതി 25,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. മാണിയാട്ട് സ്വദേശി AV പ്രതീഷിനെതിരെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ വിധി. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ. ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 12-കാരിയെയാണ് പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് ഏത് കാലയളവിൽ നടന്ന കേസാണ്? എന്താണ് കോടതിയുടെ ശിക്ഷാവിധിയിൽ പറയുന്നത്? ടോമെ, 2022 ഡിസംബറും 2023 ജനുവരിക്കും ഇടയിലുള്ള ഒരു ദിവസം ഇത്തരത്തിൽ ഈ കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു, TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സോഫയിൽ. ആ സമയത്ത് ഈ പ്രതീഷ് എന്ന് പറയുന്ന, അതായത് മാണിയാട്ട് അഡോട്ട് വീട്ടിൽ ഈ പ്രതീഷ് ഇവിടെ എത്തുകയും ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ കേസ്. ഈ കേസിലാണിപ്പോൾ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി PM സുരേഷ് 7 വർഷം കഠിന തടവിനും അതോടൊപ്പം 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഈ പിഴ അടച്ചില്ലെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ 6 മാസം അധിക തടവ് അനുഭവിക്കാനും ഈ ശിക്ഷാവിധിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇത്തരത്തിൽ ഈ ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും പിന്നീട് ഈ കുട്ടി ഈ കാര്യം തുറന്നു പറയുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ ഇയാളെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു പീഡന കേസിൽ, അതും 12 വയസ്സുകാരിയെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഒരു കേസ്. ആ കേസിലാണ് വളരെ വേഗത്തിൽ തന്നെ ശിക്ഷാവിധി വരുന്നത്. എന്തായാലും ഈ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം അത് പതിവായി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും ഇതിൽ പോക്സോ കേസിൽ പഴുതില്ലാതെ പോലീസിന്റെ അന്വേഷണവും ഇത്തരത്തിൽ ശിക്ഷാവിധികളും ലഭിക്കുന്നതും ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഈ അടുത്താണ് പടന്നക്കാട് 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുണ്ടായിരുന്നത്. ആ കേസിൽ മരണം വരെ തടവിനാണ് ആ പ്രതി സലാമിന് വിധിച്ചിരുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ പോക്സോ കേസുകളിൽ വലിയ തോതിലുള്ള ശിക്ഷ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ ആശ്വാസമാണ്. അപ്പോഴും ഈ പോക്സോ കേസുകൾക്ക് കുറവില്ല എന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഈ കേസിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇയാളെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ പ്രതീഷിനെ 7 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയും ശിക്ഷ ആണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. KB ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് പോക്സോ കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥന് 7 വർഷം കോടതി തടവ് ശിക്ഷ വിധിച്ചത്.